ഹൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ഗ്രാഫുകളെ പറ്റി ബേസിക്കായിട്ട് NCERT പറയുന്ന ഗ്രാഫുകളെ പറ്റി അതുപോലെ കുറച്ച് നല്ല ചോദ്യങ്ങൾ ബോർഡ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള അല്പം ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്രാഫുകളെ പറ്റി ആദ്യം മനസ്സിലാക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, അതിൻ്റെ ഗ്രാഫിൻ്റെ സ്ട്രക്ചർ നോക്കൂ. സാധാരണഗതിയിൽ നമ്മൾ പ്ലസ് വണ്ണിൽ കണ്ടിട്ടുള്ള സൈൻ തീറ്റയുടെ ഗ്രാഫ് നമ്മുടെ മെമ്മറിയിൽ കിടപ്പുണ്ട് അല്ലേ. ആ സൈൻ തീറ്റയുടെ ഗ്രാഫ് നോക്കിയേ. y is equal to സൈൻ തീറ്റ എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ്റെ ഈ ഇക്വേഷൻ്റെ ഗ്രാഫിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചേ, ആലോചിച്ചേ. നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരുന്നു? നേരെ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. 2π പീരീഡ് ആയതുകൊണ്ട് തന്നെ 2π വിഡ്ത്തിൽ ഒരു ഫുൾ കർവ് വരും. അങ്ങനെ ഒരു ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഇൻ്റർവെല്ലിലെ വിഡ്ത്തിനെ വിളിക്കുന്ന പേരാണ് പീരീഡ് എന്ന്. അങ്ങനെ സൈൻ കർവ് റിപ്പീറ്റ് ചെയ്തു വരുന്നത് 2π വിഡ്ത്തിലാണ്. അപ്പോൾ 0 മുതൽ 2π വരെ ഒരു ഫുൾ കർവാണ്. അതുപോലെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാലും ഒരു -2π വരെ എത്തുമ്പോഴേക്കും ഒരു ഫുൾ കർവ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെ കിട്ടുന്നു. ഇതിൽ നമ്മൾ ഇൻവേഴ്സ് ഫോം ചെയ്തപ്പോൾ ഇതിനെ നേരെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻ വരച്ച മോർ ദാൻ 1 പോയിന്റിൽ കട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഡൊമൈനെ റെസ്ട്രിക്റ്റ് ചെയ്ത് 1 on 2 ആക്കാൻ വേണ്ടി ഡൊമൈനെ റെസ്ട്രിക്റ്റ് ചെയ്ത് റേഞ്ചിനെ ചുരുക്കി നമ്മൾ എന്താ ചെയ്ത് ഇങ്ങനെ മുറിച്ചെടുത്ത് ഒരു ചെറിയ പീസ് മാത്രം എടുത്ത് വെച്ചിട്ടാണ് ഇൻവേഴ്സിലേക്ക് പോയത്. എന്തിനു വേണ്ടിയിട്ടാണ്? 1 on 2 ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് -90, ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് +90 ഈ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് +1, ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് -1 ഇവിടുത്തെ റേഞ്ചായിട്ട് വരുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ വരുമ്പോഴേക്കും എന്താവും? ഡൊമൈനായിട്ട് മാറും. നമ്മുടെ ട്രിഗണോമെട്രിയിലെ റേഞ്ചായിട്ട് വന്നിരിക്കുന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡൊമൈനായിട്ട് വന്നിരിക്കുന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ റേഞ്ചായിട്ടും കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ y ആക്സിസിലുള്ള എന്താണ്? -1നും +1നും ഇടയിലുള്ള വാല്യൂസ്. അതിവിടെ എക്സിലേക്ക് വന്നതുകൊണ്ടോ -1നും +1നും ഇടയിലുള്ള വാല്യൂസ്. അതേപോലെ തന്നെ നമ്മുടെ എക്സിലുള്ളത് ആരാ? -90ക്കും +90ക്കും ഇടയ്ക്കുള്ള വാല്യൂസ് അല്ലേ. -90ക്കും +90ക്കും ഇടയ്ക്കുള്ള വാല്യൂസ്. അത് സാധാരണ നമ്മുടെ +1 ട്രിഗണോമെട്രി നമ്മൾ പഠിച്ചപ്പോഴേക്കും അത് എന്തായിരുന്നു? ഡൊമൈൻ ആയിരുന്നു. അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറി നോക്കിക്കേ? റേഞ്ചായിട്ട് മാറി കണ്ടോ. -90 മുതൽ +90 വരെയുള്ള വാല്യൂ ആണ് റേഞ്ചായിട്ട് വരുന്നത്. -1 തുടങ്ങി +1 വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് ഡൊമൈനായിട്ടും വരുന്നു ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ. അങ്ങനെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഇതിന് മുറിച്ചെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 on 2 ഫംഗ്ഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. 1 on 2 ഫംഗ്ഷൻ ആകുമ്പോൾ മാത്രമാണ് അതിന് ഇൻവേഴ്സ് പോസിബിൾ ആവുന്നത്. അങ്ങനെ ഇൻവേഴ്സ് പോസിബിൾ ആകത്തക്ക രീതിയിൽ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോർഡിനേറ്റ് ആക്സിസിനോട് ചേർന്ന് നിൽക്കുന്ന ഇൻ്റർവെല്ലിനെ വിളിച്ച പേരായിരുന്നു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കണ്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ടേബിളിൽ പഠിച്ചിരുന്നു. കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ -1നും +1നും ഇടയിലാണ് അതിൻ്റെ ഡൊമൈൻ വരുന്നത്. റേഞ്ച് വരുന്നത് -90ക്കും +90ക്കും ഇടയിലാണ്. അപ്പോൾ ഇത്രയും പോർഷനെ നമ്മൾ നേരെ റിവേഴ്സ് ചെയ്ത് വെച്ചോ. ഇത്രയും പോർഷൻ അത് റിവേഴ്സ് ചെയ്തിട്ടാണ് ഈ ഗ്രാഫിനെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ കോസ് നമ്മൾ പഠിച്ചിരുന്നത് എന്താ? y = cos θ എന്ന് പറയുന്നത്. y = cos θ അതിൻ്റെ പീരീഡ് 2π ആണ്. 2π വിഡ്ത്തിൽ ഒരു ഫുൾ കർവ് വരുമായിരുന്നു. അവിടെ 0 മുതൽ π വരെയുള്ള ഇത്രയും പോർഷൻ മാത്രമാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചായിട്ട് 1 on 2 ആകാൻ വേണ്ടി ആ ഒരു ബ്രാഞ്ചിനെ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവേഴ്സിലേക്ക് കൊണ്ടുവന്നത്. അവിടെ +1നും -1നും ഇടയിലുള്ള വാല്യൂസ് y വാല്യൂ അത് നേരെ എടുത്ത് എക്സിലേക്ക് മാറി. അപ്പോൾ എക്സിൽ -1നും +1നും ഇടയിലുള്ള വാല്യൂസ് അത് ഡൊമൈനായിട്ട് മാറി. ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് 0ക്കും πക്കും ഇടയ്ക്കുള്ള ഈ എക്സ് വാല്യൂ എന്ന് പറയുന്നത് നേരെ ഇവിടെ വരുമ്പോൾ എന്തായിട്ട് മാറി നോക്കിക്കേ? റേഞ്ചായിട്ട് മാറി 0ക്കും πക്കും ഇടയ്ക്ക്. അതെന്താ? 0 വരുമ്പോൾ +1ഉം π വരുമ്പോഴത്തേക്കും π വരുമ്പോഴേക്കും -1 എന്ന് പറയുന്ന വാല്യൂയിലേക്കും വരും. ആ രീതിയിലാണ് കോസ് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ മക്കളിത് ഗ്രാഫ് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കി വെക്കണം. നമ്മുടെ സിലബസിൽ പറയുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ഫംഗ്ഷനുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ ഒന്ന് ബൈഹെഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ദെൻ ടാൻ ഇൻവേഴ്സിൻ്റെത് ടാൻ ഗ്രാഫ് നമ്മൾ സാധാരണഗതിയിൽ വരച്ച് പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. -π/2 0 π/2 π ഇങ്ങനെ പോകുന്നു. നേരെ ഇങ്ങനെ ഇതാണ് ടാനിൻ്റെ ഗ്രാഫ് വരുന്നത്. ഇത് നേരെ ഇൻവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷനിലേക്ക് വരുന്നത്. ഡൊമൈനും റേഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത്. അപ്പോൾ
π/2നും -π/2നും ഇടയിലായിട്ടായിരിക്കും ടാൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് കിടക്കുന്നത്. വാല്യൂ എവിടം വരെ എന്ന് വെച്ചാൽ ലെഫ്റ്റിലേക്ക് എവിടം വരെ പോകാമെന്ന് വെച്ചാൽ -∞, റൈറ്റിലേക്ക് എവിടം വരെ പോകാമെന്ന് വെച്ചാൽ +∞ വരെ പോവാം. അങ്ങനെ നമുക്ക് എക്സ് വാല്യൂം വൈ വാല്യൂം ഇവിടെ കിട്ടിയിട്ടുണ്ട്. എക്സ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ, ഡൊമൈൻ വാല്യൂ എന്ന് പറയുന്നത് 6 മീൻസ് റേഞ്ച് എന്ന് പറയുന്നത് -90ക്കും +90ക്കും ഇടയിലുള്ള വാല്യൂസ്, അതായത് ഓപ്പൺ ഇൻ്റർവൽ. കാരണം ബൗണ്ടറി പോയിന്റിൽ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ നമ്മൾ ഓപ്പൺ ഇൻ്റർവൽ -90 +90 എന്ന് പറയുന്നതാണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് ആയിട്ട് പരിഗണിക്കുന്നത്. ദെൻ അടുത്ത് വരുന്നത് കോട്ട് ഇൻവേഴ്സിൻ്റെ ആണ്. കോട്ട് ഇൻവേഴ്സിൻ്റെ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ പോകുന്നു. സാധാരണ കോട്ട് തീറ്റയുടെ ഗ്രാഫ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് 0, π/2, π ഇങ്ങനെ പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത് അല്ലേ. കോട്ട് ഇൻവേഴ്സ് പറഞ്ഞാൽ ഡിക്രീസിങ്, കോട്ട് ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് വരിക. ഇതിനെ നേരെ തിരിച്ച് ഇൻവേർട്ട് ചെയ്തു. 0 to π ആൻഡ് 0 to π എന്ന് പറയുന്ന നമ്മുടെ ബേസ് ആണ്, ഡൊമൈൻ ആയിരുന്നു സാധാരണ കോട്ട് തീറ്റ എന്ന് പറഞ്ഞെടുക്കുമ്പോൾ. അതുപോലെ റേഞ്ച് ആയിട്ട് വന്നിരുന്നത് R എന്ന് പറയുന്ന വാല്യൂ ആണ്. അതിനകത്ത് 0യുടെയും പൈയുടെ മൾട്ടിപ്പിൾസിനെ ഒഴിവാക്കിയിരുന്നു എന്നുള്ളത്. ദെൻ ഇവിടെ ഇൻവേഴ്സിലേക്ക് വരുമ്പോഴേക്കും 0ക്കും πയ്ക്കും ഇടയ്ക്കുള്ള ഈ ഇതിനെ നമ്മൾ വിളിച്ചതാണ് റേഞ്ച് എന്ന്. ഡൊമൈൻ എന്ന് പറയുന്നത് R ആണ്. യെസ്, അവിടെ ഓപ്പൺ ഇൻ്റർവലാണ് റേഞ്ച് ആയിട്ട് വരുന്നത് 0 to π, കാരണം ബൗണ്ടറി പോയിന്റ്സിൽ ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫൈൻഡ്. സോ ഇനി ഇതേപോലെ തന്നെ നമ്മുടെ സീക്ക് ഇൻവേഴ്സിൻ്റെയും കൊസീക്ക് ഇൻവേഴ്സിൻ്റെയും ഗ്രാഫിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. കൊസീക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്, കൊസീക്ക് തീറ്റയുടെ ഗ്രാഫ് നമ്മൾ വരച്ചു വെച്ചിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, സൈൻ തീറ്റ വരച്ചിരുന്നത് ഇങ്ങനെ പോകുമ്പോഴാണ് സൈൻ തീറ്റ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഇമേജ് ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇത് നേരെ മേളിലേക്ക് പോകുന്നത്, ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് പോകുന്നത്. 0യിൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ഇതിനെയാണ് കണ്ടോ, ഈ ലെവൽ എന്ന് പറയുന്നത് -1, ഇവിടെ -90 to +90 എന്ന് പറയുന്നതാണ്. ഈ ലെവൽ +1 ലെവലാണ്, ഈ ലെവൽ എന്ന് പറയുന്നത് -1 ലെവലാണ്. -1ൽ നിന്ന് താഴത്തേക്ക് കൊസീക്ക് തീറ്റയുടെ ഗ്രാഫ് വരും, +1ൽ നിന്ന് മുകളിലേക്ക് കൊസീക്ക് തീറ്റയുടെ ഗ്രാഫ് വരും. ഇൻവേഴ്സ് വരുമ്പോഴും അതുപോലെ തന്നെ -1നും +1നും ഇടയ്ക്കുള്ള വാല്യൂസ് ഒഴിവാക്കിക്കൊണ്ടാണ്. +1ൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത്. 0യിൽ എത്തുമ്പോൾ കണ്ടോ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ -1ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. -1ന് ലെഫ്റ്റിലേക്ക് എവിടെ വരെ പോകാമെന്ന് ചോദിച്ചാൽ -∞ വരെ പോകാം. ഇതാണ് നമ്മുടെ കൊസീക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ദെൻ അടുത്തത് സീക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്. സീക്ക് തീറ്റയുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ സീക്ക് തീറ്റയുടെ ഗ്രാഫ് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് വേണം സീക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫിനെ പറ്റി ചിന്തിക്കാൻ. സീക്ക് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയുടെ ഗ്രാഫ് നമ്മൾ വരച്ചിട്ട് അതിനെ ഇൻവേർട്ട് ചെയ്താൽ മതി. കോസ് തീറ്റയുടെ ഗ്രാഫ് ഇതാണ്. അപ്പോൾ സീക്കിൻ്റെ എന്തായിരിക്കും വരിക? സീക്കിൻ്റേത് ഇവിടെ നിന്ന് നേരെ ഇമേജ് വരുന്നു, ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഇമേജ് വരുന്നുണ്ട്. ഇത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻ്റർവൽ എന്ന് പറയുന്നത് 0ക്കും πയ്ക്കും ഇടയ്ക്കാണ്. 0ക്കും πയ്ക്കും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ +1 ലെവലിൽ മേളിലേക്ക് എവിടം വരെ പോകും? ഇൻഫിനിറ്റി വരെ. ഈ -1 ലെവലിൽ താഴത്തേക്ക് എവിടം വരെ പോകുമെന്ന് വെച്ചാൽ -∞ വരെ. ഈ പോർഷനാണ് സീക്ക് തീറ്റ എന്നറിയപ്പെടുന്നത്. സീക്ക് തീറ്റ. ഈ സീക്കിൻ്റെ ഇൻവേഴ്സ് ഫോം വരുമ്പോൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. -1 എന്ന് പറയുന്ന ഈ ലെവലിന് ലെഫ്റ്റിലേക്ക് വരും, +1 എന്ന് പറയുന്ന ലെവലിന് റൈറ്റിലേക്ക് വരും. അപ്പോൾ -1നും +1നും ഇടയ്ക്ക് എന്ത് വരില്ല? സീക്ക് തീറ്റയുടെ വാല്യൂ ഒരിക്കലും വരില്ല, സീക്ക് ഇൻവേഴ്സിൻ്റെ വാല്യൂ വരില്ല. നേരെ ഇവിടെ വരിക. റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ π വരെയാണ്. പക്ഷേ ഈ മിഡിൽ എലമെൻറ്റ് π/2 ഉണ്ടല്ലോ, π/2 ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ റേഞ്ച് പറയുമ്പോൾ 0 to π -set π/2 എന്ന് പറയുന്ന തരത്തിൽ വരുന്നത്. മിഡിൽ എലമെൻറ്റിൽ ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫൈൻഡ്. അത് കൊസീക്ക് ഇൻവേഴ്സിൻ്റെ എടുക്കുമ്പോൾ മിഡിൽ എലമെൻറ്റ് 0 ആണ്, 0യിൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ആ രീതിയിലാണ് പോവുക. നമുക്ക് ഈ ഗ്രാഫ് അത്യാവശ്യം ഇത്രയും ഇൻഫർമേഷൻ ബോർഡ് എക്സാമിനേഷൻ ലെവലിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടി ഡെപ്തിൽ എല്ലാ പ്രോപ്പർട്ടീസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫുകൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് JEE എക്സാമിനേഷന് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും. അത്യാവശ്യം ബോർഡ് എക്സാം ലെവൽ എന്ന് പറയുന്നത് ഈ ബേസിക് ആയിട്ടുള്ള 6 ഫംഗ്ഷൻ്റെ ഗ്രാഫിനെ പറ്റി ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇതാ വരുന്നത്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3. കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3യുടെ പ്രിൻസിപ്പൽ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. പ്രിൻസിപ്പൽ വാല്യൂവിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എന്താണെന്നാണ് ഈ ചോദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? ഈ ഒരു റിസൾട്ടില്ലേ, കോട്ട് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറയുന്ന റിസൾട്ട്, അതെന്താ? π മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് x എന്ന് പറയുന്ന റിസൾട്ടാണ് അല്ലേ. ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് ആദ്യമേ തന്നെ ഇതിനെ ഒരു ചേഞ്ച് വരുത്തി കഴിയാൻ പറ്റും. ആ ചേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3 ഈക്വൽ ടു π മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√3. കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√3. അപ്പോൾ നമുക്ക് പറയാം π മൈനസ് കോട്ട് തീറ്റ 1/√3 വരുന്നത് ഏതിനാണ്? 60 ഡിഗ്രി വരുമ്പോഴാണ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് 1/√3 വരുന്നത്. അപ്പോൾ π/3.
3 എന്നാണ് വരിക അല്ലേ. അപ്പോൾ ആൻസറിലേക്ക് നമ്മൾ വരികയാണ് 2π/3 എന്ന് പറയുന്ന ആൻസറിലേക്കാണ് നമ്മൾ വരുന്നത്. കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√3. ഈ വാല്യൂസൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ്. ഇത് തന്നെയാണ് കോട്ട് 30 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത്. കണ്ടോ, രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പം 90 ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ അവരുടെ ഫംഗ്ഷൻ വാല്യൂ സെയിം ആയിരിക്കും അല്ലേ. അതുപോലെ ടാൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് 1/√3 ആണ്. ദിസ് ഈസ് സെയിം ആസ് കോട്ട് 60 ഡിഗ്രി. 60ഉം 30ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 കിട്ടുന്നില്ലേ. അപ്പോൾ ടാൻ 90 - θ എന്ന് പറയുന്നത് കോട്ട് തീറ്റയാണ് എന്ന് പറയുന്നത് പോലെ കോട്ട് 1/√3 വരണമെന്നുണ്ടെങ്കിൽ അത് 60 ഡിഗ്രി ആയിരിക്കണം. ആ 60 ഡിഗ്രി ഏതിൽ നിന്ന് വരിക? π-π/3 എന്ന് വരും. അപ്പോൾ 2π/3 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുകയാണ്. ഇത് എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണമെന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കിക്കേ. ഈ π- എന്ന് പറയുന്ന റിസൾട്ട് നമ്മുടെ റേഞ്ച് നമ്മൾ പഠിച്ചപ്പോഴേക്കും 2 ഗ്രൂപ്പുകളെ പറ്റി പഠിച്ചിരുന്നു. ഒന്ന് -90 +90 ഗ്രൂപ്പും പിന്നെ ഒന്ന് 0π ഗ്രൂപ്പും അല്ലേ. അതിനകത്ത് 0π ഗ്രൂപ്പാണ് റേഞ്ച് വരുന്നത് എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം ഇതാണ്. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് -xൻ്റെ കേസിലും കോട്ട് ഇൻവേഴ്സ് ഓഫ് -xൻ്റെ കേസിലും സീക്ക് ഇൻവേഴ്സ് ഓഫ് -xൻ്റെ കേസിലും റിസൾട്ട് എന്തായിരിക്കണം? π - cos inverse of x, π - cot inverse of x and π - sec inverse of x. ഈ റിസൾട്ട്. പിന്നെ മറ്റുള്ള ആംഗിളോ -90 +90 ഗ്രൂപ്പിലോ -90 +90 ഗ്രൂപ്പിൽ എക്സ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻവേഴ്സിൻ്റെ മുന്നിൽ മൈനസ് ചേർത്ത് എഴുതിയാൽ മതി. അതായത് ഡയറക്റ്റ് മൈനസ് ചേർത്ത് എഴുതുമ്പോൾ തന്നെ അത് അക്യൂട്ട് ആംഗിൾ ഇൻ ഫോർത്ത് ക്വാഡ്രന്റ് നമുക്ക് കിട്ടും. അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് -x - tan ഇൻവേഴ്സ് ഓഫ് x, സൈൻ ഇൻവേഴ്സ് ഓഫ് -x - sin ഇൻവേഴ്സ് ഓഫ് x ആൻഡ് കോസിക് ഇൻവേഴ്സ് ഓഫ് -x - കോസിക് ഇൻവേഴ്സ് ഓഫ് x. ആ റിസൾട്ട് എപ്പോഴും ഈ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പം ഈ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കുറച്ച് ഈസി ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സൈൻ ഇൻവേഴ്സ് ഓഫ് sin 2π/3. സൈൻ ഇൻവേഴ്സ് ഓഫ് sin 2π/3നെ സാധാരണ പെട്ടെന്നൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ഒക്കെ ചെയ്ത് വെച്ച് ഓടി വന്ന് ഈ ഒരു ചോദ്യം, സിമ്പിളായ ഒരു ചോദ്യം ആൻസർ ചെയ്യുമ്പോൾ അശ്രദ്ധ കൊണ്ട് നേരിട്ട് 2π/3 എന്ന് എഴുതി മാർക്ക് നഷ്ടപ്പെടുത്തുന്ന കുട്ടികളുണ്ട്. ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് sin തീറ്റ വരണമെങ്കിൽ, സൈൻ ഇൻവേഴ്സ് ഓഫ് sin തീറ്റ എന്ന് പറയുന്നത് തീറ്റ വരണമെങ്കിൽ തീറ്റ എന്തായിരിക്കണം? തീറ്റ ബിലോങ്സ് ടു -90 +90 ആയിരിക്കണം. തീറ്റ ബിലോങ്സ് ടു -90 +90 ആയിരിക്കണം. ഇവിടെ 2π/3 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി? 120 ഡിഗ്രി. 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ -90ക്കും +90ക്കും ഇടയ്ക്ക് ആണോ? അല്ല. അപ്പോൾ നേരിട്ട് ഇങ്ങനെ എഴുതാവോ? ഒരിക്കലും എഴുതാൻ പാടില്ല. കാരണം എന്താ? ബിക്കോസ് ഓഫ് 2π/3 ഡസ് നോട്ട് ബിലോങ്സ് ടു -90 ഡിഗ്രി +90 ഡിഗ്രി. കണ്ടോ, ഈ ഒരു ഇൻ്റർവെല്ലിലെ മെമ്പറേ അല്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാനേ പാടില്ല. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമ്മളിനി ചെയ്യേണ്ടുന്നത് ഇതിന് കറസ്പോണ്ടിങ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് അകത്തൊരെണ്ണം ഉണ്ടാവുമല്ലോ, sin 2π/3 ഇക്വലൻ്റ് ആയിട്ടുള്ളത്. അവനെ കണ്ടുപിടിക്കണം. അവനെ കണ്ടുപിടിക്കാൻ പോവാണ്. sin π - θ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരുന്നു? sin തീറ്റ തന്നെയായിരുന്നു. അപ്പോൾ sin 2π/3 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കണം? sin π - 2π/3. sin π - 2π/3 എന്ന് പറഞ്ഞാൽ എത്രയാ? sin π/3. അപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്യാമല്ലോ. സൈൻ ഇൻവേഴ്സ് ഓഫ് sin 2π/3 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് sin π/3. സൈൻ ഇൻവേഴ്സ് ഓഫ് sin π/3 ഇനി നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? സൈൻ ഇൻവേഴ്സ് ഓഫ് sin തീറ്റ ഈക്വൽ ടു തീറ്റ. സൈൻ ഇൻവേഴ്സ് ഓഫ് sin π/3 ഈക്വൽ ടു π/3. ഇത് എവിടെയാണ്? ബിലോങ്സ് ടു അവർ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് -90 +90. അതുകൊണ്ട് ഇത് ശരിയായി. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാവണം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ദ ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ. നമ്മൾ ഡൊമൈനെ പറ്റി ചിന്തിക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരേണ്ട വാല്യൂ ഏതിനും ഇടയിലായിരിക്കണം? -1നും +1നും ഇടയിലായിരിക്കണം. -1 ≤ ടു ദിസ് ബ്രാക്കറ്റ് >= ഇങ്ങനെയാണെങ്കിൽ ഇവിടെ y ആണ് വരുന്നതെങ്കിൽ y ലൈസ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് +1. പിന്നെ റാഡിക്കലിൻ്റെ കേസ് നമ്മൾ എടുക്കുമ്പോൾ റൂട്ടിനകത്ത് എന്തേ വരാൻ പാടുള്ളൂ? പോസിറ്റീവ് ക്വാണ്ടിറ്റിയെ വരാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിവിടെ കോംപ്ലക്സ് സൈഡിലേക്ക് വരാൻ പാടില്ല, റിയൽ ആയിരിക്കണം. അപ്പോൾ x-1 പറ്റി നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ റൂട്ടിനകത്തുള്ള വാല്യൂവിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ x-1 > 0 എന്ന് പറഞ്ഞാൽ എന്താ? x > 1. ഒരു ഇനീക്വാലിറ്റി നമുക്ക് കിട്ടിയേ. ഇനി സൈൻ ഇൻവേഴ്സിൻ്റെ കേസ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ശരിക്കും ഈ റൂട്ട് ഓഫ് ഇത്രയും സംഗതി എന്ന് പറഞ്ഞാൽ ഏതിനും ഇടയ്ക്കുക? -1 ≤ x-1 > പിന്നെ വരുന്നത് +1 ആണ് അല്ലേ.
ഇതിനെ ബേസ് ചെയ്ത് ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് റൂട്ടാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം 0 (x-1 >(+1) എന്ന് പറയാൻ പറ്റും. ഇനി 1 ആഡ് ചെയ്ത് നോക്കിക്കേ, എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ വേറെ ആൻഡ് വേറെ നമുക്ക് കിട്ടുമല്ലോ. 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടണമെന്ന് നോക്കിയേ, 1 (x >(1 + 1 2 എന്ന് കിട്ടത്തില്ലേ? ഇനി ഇത് രണ്ടും കൂടി മാച്ചാവുന്ന നോക്കിക്കേ, ഈ ഒന്നാമത്തെ ഇനീക്വാലിറ്റിയും രണ്ടാമത്തെ ഇനീക്വാലിറ്റിയും കൂടി റെഡിയാക്കിയേ, എന്താ കോമൺ റീജിയൻ വരുന്നത്, എക്സ് > 1 ആണ്. ഇവിടെ 1നും 2നും ഇടയിലാണെന്ന് പറയുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, എക്സ് ബിലോങ്സ് ടു ദ ക്ലോസ്ഡ് ഇൻ്റർവൽ 1നും 2നും ഇടയിലാണെന്ന് പറയുന്നതാണ് ഇതായിട്ടുള്ള ആൻസർ വരുന്നത്. ഇവിടെ എക്സിന് നമ്മൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 - 1 0 എന്ന് വരത്തില്ലേ. ഇനി 2 ആണ് വരുന്നതെങ്കിൽ എന്ത് വരും, 2 - 1 എന്ന് പറയുന്നതിലും 1 ആണ്. അപ്പോൾ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ആൻസർ കൊടുക്കേണ്ടുന്നത് ദ ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 2 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് ആൻസർ ആയിട്ട് കൊടുക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. മനോഹരമായ ചോദ്യങ്ങളാണ്, വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. കോസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2/5 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് = 0. കോസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2/5 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് = 0 നമ്മൾ പഠിച്ചിരിക്കണു. കോസ് 90 അല്ലേ 0 വരിക. അപ്പോൾ ഇത്രയും പോർഷനുള്ള വാല്യൂ എന്തായിരിക്കണം, കോസ് ഓഫ് 90 ഡിഗ്രി എന്നാണെങ്കിൽ ഞാൻ ആ ഒരു ബ്രാക്കറ്റിന് ഈക്വൽ ടു 90 എന്ന് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ എഴുതാണ് സൈൻ ഇൻവേഴ്സ് 2/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് = π/2. നമ്മൾ പഠിച്ചു സൈൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ് = π/2. സംതിങ് സെയിം ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് സംതിങ് = π/2. സംതിങ് സെയിം ആണെങ്കിൽ സീക്ക് ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് സംതിങ് = π/2. സംതിങ് സെയിം ആണെങ്കിൽ, അപ്പോൾ ഇവിടെ സീക്ക് ഇൻവേഴ്സ് കഴിഞ്ഞിട്ടും കൊസീക്ക് ഇൻവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി സെയിം വരുമ്പോഴാണ് ഇങ്ങനെ വരിക അല്ലേ. ഇവിടെ നമുക്ക് എക്സിനെ പറ്റി ആ സെയിം വരികയും ചെയ്യണം, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൊമൈനിലായിരിക്കും ചെയ്യണം കേട്ടോ. ഇവിടെ എക്സ് എങ്ങനെയായിരിക്കണം, എക്സ് ബിലോങ്സ് ടു R - ഓപ്പൺ ഇൻ്റർവൽ -1 + 1 എന്നാണ്. ഇവിടെ എക്സ് ബിലോങ്സ് ടു എനി വാല്യൂ പോസിബിൾ അല്ലേ. ഇവിടെ എക്സ് ബിലോങ്സ് ടു -1നും +1നും ഇടയിലായിരിക്കണം എന്നുള്ള കണ്ടീഷൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് 2/5 എന്ന് പറയുന്നതും കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നതും π/2ന് സെയിം ആവണം അല്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ് = π/2. അപ്പോൾ സംതിങ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 2/5 ആണ്. ഇത് ബോർഡ് എക്സാമിനേഷന് പണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി ഫോളോവിങ്. കോട്ട് π/2 - 2 കോട്ട് ഇൻവേഴ്സ് ഓഫ് √3 എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. കോട്ട് ഓഫ് ചോദ്യം എഴുതുന്നു, കോട്ട് ഓഫ് π/2 - 2 കോട്ട് ഇൻവേഴ്സ് ഓഫ് √3. ശരിക്കും ആംഗിളിൻ്റെ പൊസിഷനിൽ ഇൻവേഴ്സ് വന്നാൽ അതിന് തീറ്റ എന്ന് വിളിക്കാൻ കുഴപ്പമില്ല. π/2 - 2 തീറ്റ, π/2 - തീറ്റ, കോട്ട് π/2 - തീറ്റ, കോട്ട് π/2 - തീറ്റ എന്താ, കോട്ട് π/2 - തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ അല്ലേ. അപ്പോൾ ഇവിടെ കോട്ട് π/2 - തീറ്റയ്ക്ക് പകരം ഞാൻ എഴുതാൻ പോവാണ് ടാൻ ഓഫ് തീറ്റ എന്ന് പറയുന്നത് എന്താ, 2 കോട്ട് ഇൻവേഴ്സ് ഓഫ് √3 എന്ന് ഞാൻ എഴുതി. ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് 2 ടൈംസ് ഓഫ് കോട്ട് √3 വരുന്നതും ടാൻ അല്ലേ 1/√3 വരിക എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ 30 ഡിഗ്രിക്കാണ് ഇത് സംഭവിക്കുന്നത്. 30 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എന്ത് വരും നോക്കിക്കേ, ടാൻ ഓഫ് 60 ഡിഗ്രി. ടാൻ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്, √3 ആണ്. വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. പക്ഷേ ഇവിടെ ആ ടേണിംഗ് പോയിന്റ് എന്ന് കണ്ടോ, ഇത് തീറ്റയാണെന്ന് അങ്ങ് വിചാരിച്ചു. അപ്പോൾ കോട്ട് π/2 - തീറ്റ, ടാൻ തീറ്റ. ഇനി അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല എങ്കിൽ നേരിട്ട് ഇവിടെ വാല്യൂ കൊടുക്കാം കേട്ടോ. കോട്ട് ഓഫ് π/2 - 2 ടൈംസ് ഇവിടെ നമുക്ക് π/3 എന്ന് വാല്യൂ നമുക്ക് കൊടുക്കാം. π/3 എന്ന് വാല്യൂ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് അല്ലേ, കോട്ട് ഇൻവേഴ്സ് ഓഫ് √3 എന്ന് പറയുന്ന സാധനം π/6 കൊടുത്തു. ഇപ്പോൾ ഇവിടെ കൊടുത്തു π/3, നേരെ കോട്ട് π/3 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ π/6 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് π/3 ആണ്. നേരെ നമ്മുടെ √3 എന്ന് പറയുന്ന വാല്യൂവിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നേരിട്ട് വാല്യൂ കൊടുത്തിട്ട് ചെയ്യാം, അതല്ല
നമുക്ക് കോട്ട് 90 മൈനസ് തീറ്റ എന്ന് പറയുന്ന വാല്യൂലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷവും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്തു പോവുക. എപ്പോഴും തെറ്റിപ്പോകുമെന്ന് പേടിച്ച് ചെയ്യാതിരിക്കരുത്. എന്താണോ ചെയ്യുക ആ സ്റ്റെപ്പ് എഴുതി അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതി പോവുക. അപ്പോൾ പൂർണ്ണമായും നമുക്ക് ആ ചോദ്യം മനസ്സിൽ ആൻസർ വന്നാലേ എഴുതൂ എന്നുള്ള ചിന്തയൊന്നും വേണ്ട മക്കളെ. നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവസാന സ്റ്റെപ്പ് വരെ എത്താൻ പറ്റും. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാനുള്ള രീതി നമ്മൾ കണ്ടു. അടുത്തൊരു ചോദ്യം നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ബി കോസ് എക്സ് പ്ലസ് എ സൈൻ എക്സ് എന്ന് പറയുന്ന തരത്തിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ഇവിടെ ഈ ടാൻ എ പ്ലസ് ബി ടാൻ എ മൈനസ് ബി അതിൻ്റെയൊക്കെ ആ ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 1 വരണം. അവിടെ 1 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബി കോസ് എക്സ് കൊണ്ടാണ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ സി കോസ് തീറ്റ പ്ലസ് ഡി സൈൻ തീറ്റ. ആ പാറ്റേണിലേക്ക് വരുമ്പോൾ ഈ ഫസ്റ്റ് ഡിനോമിനേറ്ററിൻ്റെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്ന ആ കോസിൻ്റെ പോർഷനിൽ 1 വരത്തക്ക രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡിങ് ബൈ ബി കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എ ബൈ ബി എന്നല്ലേ കോസ് കട്ട് ചെയ്ത് പോയില്ലേ, മൈനസ് ഇവിടെ എന്ത് വരും? ബി കോസ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ടാൻ എക്സ് എന്ന് മാത്രമല്ലേ വരുന്നുള്ളൂ. താഴെയോ ബി കോസ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വന്നില്ലേ. ഇനി ഇവിടെ എന്ത് സംഭവിക്കൂ? എ ബൈ ബി ഇൻറ്റു ടാൻ എക്സ് എന്ന് വരും. ഇനി ഇത് സ്റ്റെപ്പ് നോക്കൂ. ടാൻ ഇൻവേഴ്സ് ഓഫ് നമ്മൾ പഠിച്ച റിസൾട്ടാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ഇൻറ്റു വൈ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് എഴുതാം? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടാൻ ഇൻവേഴ്സ് ഓഫ് എ ബൈ ബി മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്ന് എഴുതാൻ പറ്റും. ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എ ബൈ ബി മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ സംതിങ് എന്ന് പറഞ്ഞാൽ സംതിങ് ഇപ്പോൾ എക്സ് എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് എ ബൈ ബി മൈനസ് എക്സ് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ആ ഒരു ലോജിക്ക് മനസ്സിലായല്ലോ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് എ ബി പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് ബി സി പ്ലസ് 1 ഡിവൈഡഡ് ബൈ ബി മൈനസ് സി പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് സി എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി മൈനസ് എന്നാണ്. ഇവിടെ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി. നമ്മൾ ഏതൊക്കെ റിസൾട്ടുകളാണ് ഇവിടെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് എന്ന് പറയുന്ന തരത്തിൽ ചിന്തിക്കും. എപ്പോഴാണെന്നറിയാമോ? എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസിൽ, പോസിറ്റീവ് വരുന്ന കേസിൽ, ഈക്വൽ ടു പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് എന്ന് ചിന്തിക്കും. എപ്പോഴാണ്? എക്സ് ലെസ് ദാൻ 0 വരുന്ന കേസിൽ. ഈ റിസൾട്ട് മനോഹരമായിട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്കിത് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ ഇതിൻ്റെ എൽ എച്ച് എസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. എൽ എച്ച് എസ് നേരെ ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റുക. ടാൻ ഇൻവേഴ്സ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ബി. അടുത്ത ടൈം എന്താ വരിക? ടാൻ ഇൻവേഴ്സ് ബി മൈനസ് സി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബി സി. അടുത്ത ടൈം എന്താ വരിക? ടാൻ ഇൻവേഴ്സ് സി മൈനസ് എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സി എ. ഇങ്ങനെ എഴുതി. ഇനി സ്പ്ലിറ്റിങ്ങിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്പ്ലിറ്റിങ്ങിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ദാ എ മൈനസ് ബി, നമ്മൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് ശ്രദ്ധിച്ച് നോക്കിയേ. എ മൈനസ് ബി, എ ഗ്രേറ്റർ ദാൻ അല്ലേ, ഇവിടെ എക്സ് ആ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസിലാണ് ഈ റിസൾട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ എ മൈനസ് ബി നോക്കാം. എ മൈനസ് ബി പോസിറ്റീവ് ആണ് നോക്കിക്കേ. എ മൈനസ് ബി പോസിറ്റീവ് ആണ്, കുഴപ്പമില്ല, റിസൾട്ട് കറക്റ്റ് ആയിരുന്നു. ഇവിടെ ആണെങ്കിൽ ബിയും സിയും നോക്കിക്കേ. ബി മൈനസ് സി പോസിറ്റീവ് ആണോ? ബി മൈനസ് സി പോസിറ്റീവ് ആണ്, ശരിയാണ്. അപ്പോൾ ഇവിടെയും ശരിയാണ്. ഇവിടെ അവസാനത്തെ ടൈം നോക്കിക്കേ. ബി മൈനസ് അവസാനത്തെ ടൈം എന്ന് പറയുന്നത് സി മൈനസ് എ ആണ്. സി മൈനസ് എ, സി മൈനസ് എ എന്ന് പറയുമ്പോൾ നോക്കിക്കേ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. നെഗറ്റീവ് ക്വാണ്ടിറ്റിയുടെ കേസ് എടുക്കുമ്പോഴത്തേനും ഇവിടെ എന്തുകൂടി ഉണ്ടായിരുന്നു? അഡീഷണൽ ആയിട്ടൊരു പൈ കൂടി നമ്മൾ ആഡ് ചെയ്യണമായിരുന്നു. കണ്ടോ, നെഗറ്റീവാണ് വരുന്നതെങ്കിൽ പൈ പ്ലസ്. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഇനി നമ്മൾ മുന്നോട്ട് പോകണം. ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ബി പ്ലസ് ഇവിടെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് സി. ഇവിടെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് സി മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എ. പിന്നെ അവസാനം ഒരു പൈയും കൂടി ആഡ് ചെയ്ത് വെച്ചു. ഇതിൽ ആരൊക്കെ ക്യാൻസലേഷൻ വരും നോക്കിക്കുക. ആർക്കൊക്കെ? ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എ, ടാൻ ഇൻവേഴ്സ് ഓഫ് പ്ലസ് എ, ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ബി, ടാൻ ഇൻവേഴ്സ് ഓഫ് പ്ലസ് ബി, ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് സി, ടാൻ ഇൻവേഴ്സ് ഓഫ് സി ഈക്വൽ ടു പൈ. ഇതല്ലേ നമ്മുടെ ആർ എച്ച് എസ്?
ഹെൻസ് ദ പ്രൂഫ്. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സിനെ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് എഴുതുമ്പോൾ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഡയറക്റ്റായിട്ട് വരുന്നു, എക്സ് നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റേഞ്ചിലുണ്ടാകുന്ന ആ വേരിയേഷൻ ഉണ്ടല്ലോ. ടാൻ ഇൻവേഴ്സിൻ്റേത് സെയിം റേഞ്ച് ആണെങ്കിൽ ഈ പ്രോബ്ലം വരില്ലായിരുന്നു. ടാൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -90 +90യും കോട്ട് ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to π എന്ന് പറയുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ചേഞ്ചസ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ആണ്. എക്സ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ആ ചേഞ്ച് അവിടെ ബാധകമല്ല എന്നുള്ള കാര്യം സ്പെസിഫിക് ആയിട്ട് ഓർത്തിരിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ് ദ ഫോളോവിങ് ഫംഗ്ഷൻ ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത്രയൊക്കെയാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 - cos x. ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 - cos x പകരം നമുക്ക് എന്ത് ചെയ്യാം? 2 sin² x/2 എന്ന് എഴുതാം. താഴെയോ 2 cos² x/2 എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ക്യാൻസൽ ചെയ്ത് പോട്ടെ. റൂട്ടിനകത്ത് എന്ത് വരും? tan² x/2 എന്ന് വരും അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് tan x/2. ടാൻ ഇൻവേഴ്സ് ഓഫ് tan x/2 എന്ന് പറഞ്ഞാൽ ആരാ? x/2. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. 1 - cos θയുടെയും 1 + cos θയുടെയും +1 നമ്മൾ പഠിച്ചു വെച്ച ആ ട്രിഗ്നോമെട്രിക് റിസൾട്ട് മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ഫീച്ചർ. 1 - cos θ എന്ന് പറഞ്ഞാൽ 2 sin² θ/2, 1 + cos θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് 2 cos² θ/2. ആ രണ്ട് റിസൾട്ടുകളാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് കൈകാര്യം ചെയ്യുന്നത്. 1 - cos θ എന്ന് പറയുന്നത് 2 sin² θ/2 ആൻഡ് 1 + cos θ എന്ന് പറയുന്നത് 2 cos² θ/2. രണ്ട് റിസൾട്ടുകൾ മനസ്സിലുണ്ടാകും. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യനിൽ ഇവിടെയും നമ്മൾ +1 പഠിച്ച റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ വരുന്നത്. പ്രൂവ് ദാറ്റ് ചോദ്യമായിരുന്നു. x/2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്. 1 + sin θ എന്ന് പറയുന്നത് 1 + sin θ എന്ന് പറയുന്നത് cos θ/2 + sin θ/2 sin θ/2 the whole square എന്നാണ്. ഇവിടെ മൈനസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെയും മൈനസ് ആയിരിക്കണം വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ LHSനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? കോട്ട് ഇൻവേഴ്സ് ഓഫ് നേരെ റൂട്ട് ഓഫ് 1 + sin x എന്ന് പറയുന്നതിന് പകരം റൂട്ട് ഓഫ് എന്ത് പറയാൻ പറ്റും? cos x/2 + sin x/2 the whole square. റൂട്ട് ഓഫ് cos x/2 + sin x/2 the whole square plus root of cos x/2 minus sin x/2 the whole square whole divided by square root of cos x/2 plus sin x/2 the whole square minus root of cos x/2 minus sin x/2 the whole square. ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഈ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട്. ഇനി ഇതിന് എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കണം നോക്കൂ. കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് ഇവിടെ വരുന്നത് എന്താ? cos x/2 പ്ലസ് sin x/2. ഇവിടെ എന്ത് വരണം? പ്ലസ് cos x/2 മൈനസ് sin x/2 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരണം? cos x/2 പ്ലസ് sin x/2 മൈനസ് cos x/2 മൈനസ് മൈനസ് അല്ലേ. ഇപ്പം എന്ത് വരും? പ്ലസ് sin x/2. ഇതിൽ ആരൊക്കെയാണ് ക്യാൻസലായി പോകുന്നതെന്ന് നോക്കൂ. കോട്ട് ഇൻവേഴ്സ് ഓഫ് ഒരു -sin x/2 പ്ലസ് sin x/2 കട്ട് ചെയ്തു പോകും. ബാലൻസ് വരുന്നത് 2 cos x/2 ആണ്. താഴെയാണെങ്കിലോ ഒരു -cos x/2 പ്ലസ് cos x/2 ക്യാൻസലായി പോകും. ബാലൻസ് ആയിട്ട് വരും 2 sin x/2 എന്ന് വരും. അപ്പോൾ ടോട്ടലി 2ഉം 2ഉം ക്യാൻസലായി പോകും. കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് x/2. കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് x/2 എന്ന് പറഞ്ഞാൽ x/2 ആണ്. x/2 എന്ന് പറഞ്ഞാൽ നമ്മുടെ RHS ആണ്. നമ്മുടെ സൊല്യൂഷൻ പ്രൂഫ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. x/2 എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. അടുത്ത മനോഹരമായ ഒരു ചോദ്യം നമുക്ക് കാണാം. ഇതും നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷൻ നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. LHS എടുത്ത് വയ്ക്കുകയാണ്. LHS എന്ന് പറയുന്നത് 9π/8 മൈനസ് 9/4 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/3 എന്നാണ്.
ഇതിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ത് കോമൺ എടുക്കാനുണ്ട് എന്നുള്ളതാണ്. 9/4 ഫസ്റ്റ് ടൈമിനകത്തുണ്ട് അല്ലേ, ഫസ്റ്റ് ടൈമിനകത്തുണ്ട്, സെക്കൻഡ് ടൈമിനകത്തുണ്ട്. 9/4 കോമൺ എടുക്കാം. 9/4 കോമൺ എടുത്തപ്പോൾ ഇവിടെ കണ്ടോ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ടോ? π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/3 എന്ന് കിട്ടിയാണ്ടോ? നമ്മൾ പഠിച്ചിരുന്നു നേരത്തെ സൈൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ് ഈക്വൽ ടു π/2 സംതിങ് സെയിം ആകുന്ന സിറ്റുവേഷനിൽ. അങ്ങനെയാണെങ്കിൽ π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതെന്തായിട്ട് മാറും? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിട്ട് മാറില്ലേ? ഇവിടെ എന്നെ സംഭവിച്ചു? 9/4 ഇൻറ്റു കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ്. പക്ഷേ ആർച്ചസിലേക്ക് നോക്കി, ആർച്ചസ് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി അല്ലേ? എന്താ കിടക്കണേ അവിടെ? സൈൻ ഇൻവേഴ്സ് എന്നാ. സൈൻ ഇൻവേഴ്സിൻ്റെ ടൈമിലാണ് കിടക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോസ് ഇൻവേഴ്സിനെ സൈൻ ഇൻവേഴ്സിലേക്ക് മാറ്റണം. കോസ് ഇൻവേഴ്സിനെ സൈൻ ഇൻവേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ഈ കോസ് തീറ്റ മാർക്ക് ചെയ്യുക. അഡ്ജസ്റ്റൻറ്റ് സൈഡ് 1ഉം ഹൈപ്പോട്ടന്യൂസ് 3ഉം ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എത്രയായിരിക്കും? √9 - 1 √8 എന്ന് വരും അല്ലേ? √8 എന്ന് പറഞ്ഞാൽ 2√2 അല്ലേ? യെസ്. ഇവിടെ നേരെ 9/4 ഇൻറ്റു സൈൻ ഇൻവേഴ്സിലേക്ക് പറയുമ്പോൾ എന്ത് വരണം? സൈൻ ഇൻവേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് 2√2 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന സാധനം 3 ആണ്. ഇതല്ലേ നമ്മുടെ ആർച്ചസ്. നോക്കിക്കേ, പ്രൂഫ് ക്ലിയർ ആയില്ലേ? ഇത്രയും ചെയ്യാനുള്ളൂ. അപ്പോൾ ഏത് ചോദ്യമാണെങ്കിലും വളരെ മനോഹരമായിട്ട് നമുക്ക് പതുക്കെ ആലോചിച്ച് പതുക്കെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയാവും. നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് ഏത് എക്സാമിനേഷൻ ആണെങ്കിലും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 24 നടന്ന കീം എക്സാമിനേഷൻ ആണെങ്കിലും ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ഇൻവേഴ്സിൽ നിന്ന്. ട്രിഗണോമെട്രി മൊത്തത്തിൽ എനിക്ക് ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിച്ചൊരു ടോപ്പിക്കാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത് കേട്ടോ. കഴിഞ്ഞ ചോദ്യപേപ്പർ എടുത്ത് നിങ്ങളൊന്ന് അനാലിസിസ് നോക്കുക. ഏറ്റവും അധികം ചോദ്യങ്ങൾ ട്രിഗണോമെട്രിയിൽ നിന്നുണ്ടായിരുന്നു. അത് ഇൻവേഴ്സിനകത്ത് ടോപ്പിക്ക് ഡിലീറ്റ് ചെയ്തിട്ട് പോലും ചോദ്യങ്ങളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ എഫർട്ടിൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. സൂക്ഷിച്ച് കണ്ടുമൊക്കെ ചെയ്താൽ മതിയാവും. അടുത്ത ചോദ്യം ഇതാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 63 ഡിവൈഡഡ് ബൈ 64 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 5/13 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 3/5. ഇതിൻ്റെ ആർച്ചസ് ഇങ്ങനെ എടുക്കുകയാണ്. ആർച്ചസ് ഞാനിങ്ങനെ എടുത്തിട്ട് സൈൻ ഇൻവേഴ്സ് 5 ഡിവൈഡഡ് ബൈ 13 പ്ലസ് കോസ് ഇൻവേഴ്സ് 3 ഡിവൈഡഡ് ബൈ 5. ഇതിന് രണ്ടിനെയും ടാൻ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് പഠിച്ച ഫോർമുല അനുസരിച്ച് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാമേ. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ ആദ്യത്തേതിൻ്റെ ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ തീറ്റ എന്നാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് 5/13 തീറ്റ എന്നാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചു. സൈൻ ഇൻവേഴ്സ് ഓഫ് 5/13 എന്ന് പറയുന്നത് തീറ്റയാണെങ്കിൽ സൈൻ തീറ്റ എത്രയായിരിക്കും? സൈൻ തീറ്റ എന്ന് പറയുന്നത് 5/13 ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 5ഉം ഹൈപ്പോട്ടന്യൂസ് 13ഉം ആണെങ്കിൽ ഇത് 12 ആയിരിക്കത്തില്ലേ? അപ്പോൾ ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കണം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് 5 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. ഓപ്പോസിറ്റ് ബൈ. ഇനി ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് 3/5 എന്ന് പറയുന്നതിനെ 5 എന്ന് വിളിക്കുവാണെങ്കിൽ കോസ് 5 എന്തായിരിക്കും? കോസ് 5 എന്ന് പറയുന്നത് 3/5 ആയിരിക്കും. ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ ഇത് 5 ആണെങ്കിൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് 3, ഹൈപ്പോട്ടന്യൂസ് 5, ഓപ്പോസിറ്റ് 4. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എത്രയായിരിക്കും? 4 ഡിവൈഡഡ് ബൈ 3 എന്നാണ് വരിക. ഇനി ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. ഷോർട്ട് കട്ട് നമുക്ക് പക്ഷേ ബോർഡ് എക്സാമിനേഷൻ എഴുതി കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ചെയ്യണം. ആ ഷോർട്ട് കട്ട് ഇങ്ങനെയായിരുന്നു. 12 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 എന്ന് പറയുന്നത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ എന്ത് വരണം? 15. ഇവിടെ എന്ത് വരണം? പ്ലസ് 48. ഇനി ഡിനോമിനേറ്ററിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണ്? 36. മൈനസ് ന്യൂമറേറ്ററിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണ്? 20. അപ്പോൾ ഇത്രയും വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടാൻ ഇൻവേഴ്സ് ഓഫ് 63 ഡിവൈഡ് ബൈ 16 എന്ന് എഴുതാൻ പറ്റും. ഉണ്ടോ? ഇത് ഡയറക്റ്റ് സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ എഴുതി കൊടുക്കണം ബോർഡ് എക്സാമിനേഷന്. ടാൻ ഇൻവേഴ്സ് ഓഫ് 5/12 പ്ലസ് 4/3 ഡിനോമിനേറ്ററിൽ 1 മൈനസ് 5/12 ഇൻറ്റു 4/3 എന്ന് വരും. അപ്പോൾ എന്താ ആൻസർ വരുന്നത്? ടാൻ ഇൻവേഴ്സ് ഓഫ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 60 അല്ലേ 15 പ്ലസ് 48 15 പ്ലസ് 48 ഡിനോമിനേറ്ററിൽ വരുന്നത് 36 ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെയാണെങ്കിൽ 1 മൈനസ് വെച്ചാൽ 12 ഇൻറ്റു 3 36 മൈനസ് 20 ഹോൾ ഡിവൈഡഡ് ബൈ 36 36 കട്ട് ചെയ്ത് പോയി. ടാൻ ഇൻവേഴ്സ് ഓഫ് എത്ര എന്ന് വരും? 63 ഡിവൈഡഡ് ബൈ 16 എന്നിട്ട് ഇവിടെ കൊണ്ടായില്ല. നമ്മുടെ LHS എന്ന് പറയുന്നത് സൈനിൻ്റെ ടൈമിലാണ്.
സൈൻ്റെ ടൈമിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് വീണ്ടും ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ടാൻ മാർക്ക് ചെയ്യണം. ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് 63, അഡ്ജസൻറ്റ് സൈഡ് 16. ഇനി നമുക്ക് വേണ്ടത്, ഇത് ബോർഡ് എക്സാമിനേഷന് മക്കളെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള സൈൻ ഇൻവേഴ്സ് ഓഫ് 63/65 എന്നല്ലേ. ഉറപ്പായിട്ടും എന്ത് വരണം? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന സാധനം. ഹൈപ്പോട്ടന്യൂസ് പറയുന്നത് 65 ആണ് വരേണ്ടത്. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം, 65 ആണ് വരേണ്ടത്. ഇനി കാരണം ഈ 63യുടെയും 16ൻ്റെയൊക്കെ സ്ക്വയറുകളൊക്കെ കണ്ടുപിടിച്ച് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് അല്ലേ സ്ക്വയറുകൾ കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് റൂട്ട് എടുത്തൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം പോരും. അപ്പോൾ നേരെ ഇതിൻ്റെ LHSനകത്ത് 65 നേരെ അങ്ങ് എഴുതിയാൽ മതി. ഇത് 65 ആണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഇതിൻ്റെ സ്ക്വയർ കാണാനുള്ള ടെക്നിക്ക് കൂടി നിങ്ങളെ പറഞ്ഞു തരാം. ഈ 63 എന്ന് പറയുന്ന നമ്പറിൻ്റെ 63ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റും ഡിജിറ്റുകളിലെ റൈറ്റ് ഡിജിറ്റ് സ്ക്വയർ റൈറ്റ് എൻഡിൽ, ലെഫ്റ്റ് ഡിജിറ്റ് സ്ക്വയർ ലെഫ്റ്റ് എൻഡിൽ, പ്രൊഡക്റ്റ് എടുക്കൂ, ഡബിൾ എടുക്കൂ, മിഡിൽ എഴുതൂ. ഇങ്ങനെ ഒരു സൂത്രമുണ്ട് സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈറ്റ് ഡിജിറ്റിൻ്റെ സ്ക്വയർ റൈറ്റ് എൻഡിൽ എഴുതി വെച്ചു, പ്രൊഡക്റ്റ് എടുത്ത് ഡബിൾ എടുത്ത് മിഡിൽ എഴുതി. 6 × 3 18ൻ്റെ ഡബിൾ 36, റിമൈൻഡർ 3 ഉണ്ട്. 6 × 3 18 ഡബിൾ 36, റിമൈൻഡർ 3. 6ൻ്റെ സ്ക്വയർ 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് 36ഉം 3യും കൂടി ചേരുമ്പോൾ 39. ഇനി അതേപോലെ തന്നെ 16ൻ്റെ സ്ക്വയർ, ഈ സെയിം ടെക്നിക്ക് എങ്ങനെ യൂസ് ചെയ്യാം? 6ൻ്റെ സ്ക്വയർ 36, റിമൈൻഡർ 3 ഉണ്ട്. പ്രൊഡക്റ്റ് എടുത്തു 6, ഡബിൾ എടുത്തു 12, 12ഉം റിമൈൻഡർ 3യും കൂടി ചേരുമ്പോൾ 15. പിന്നെ റിമൈൻഡർ 1 ഉണ്ട്. 1ൻ്റെ സ്ക്വയർ 1, 1ഉം 1 കൂടി ചേരുമ്പോൾ 2. കണ്ടോ? ആ ട്രിക്ക് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തത്. 16ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി ആഡ് ചെയ്ത് വരുമ്പോൾ ഇവിടെ 5 എന്ന് വരും, ഇവിടെ 12 എന്ന് വരും, റിമൈൻഡർ 1 2 എന്ന് വരും, ഇവിടെ 4 എന്ന് വരും അല്ലേ. റിമൈൻഡർ 1 വിളിച്ചത് 4 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ റൂട്ട് ഓഫ് 4225 എന്ന ഈ 25 അവസാനിക്കുന്നതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനുള്ള ഒരു ടെക്നിക്ക് കൂടി ഉണ്ട് കേട്ടോ. റൂട്ട് ഓഫ് 4225 എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മുറിച്ചെടുത്തു. ഇവൻ്റെ സ്ക്വയർ റൂട്ടിൽ ഒരു പാർട്ട് 5 ആയിരിക്കും. പിന്നെ ഈ 42 എന്ന് പറയുന്നതിനെ കൺസിക്യൂട്ടീവ് നമ്പറിൻ്റെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്താൽ ചെറിയ നമ്പർ ഇവിടെ എഴുതി വെച്ചാൽ മതി. കണ്ടോ? ഇതാണ് സിമ്പിൾ. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 625 എന്ന് പറയുമ്പോൾ ഇതിനെ മുറിച്ചെടുത്തു, 5 എഴുതി വെച്ചു. ഇത് 2 × 3 ആണെന്നുണ്ടെങ്കിൽ ആ ചെറിയ നമ്പർ എഴുതി വെച്ചു, 225. ഇങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇവിടെ 65 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ, 65 കിട്ടിയിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻവേഴ്സിലേക്ക് മാറുമ്പോൾ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് 63 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 65. കണ്ടോ? ഇതാണ് നമ്മുടെ RHS ആയിട്ട് വരുന്നത്. സോറി, LHS ആയിട്ട് വരുന്നത്. RHSലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് LHS കൊണ്ട് എത്തിച്ചു. എന്നിട്ട് നമ്മൾ എഴുതും ആൻസർ പ്രൂഫ്, ഫിനിഷ്ഡ്. അപ്പോൾ ഇത്രയും നമ്മൾ ചിന്തിക്കാം. ഇനി ഇത് NCERT-യിൽ നേരത്തെ ചെയ്തിട്ടിരുന്ന രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവനെ നമുക്ക് X എന്ന് വിളിക്കാം. അപ്പോൾ എന്ത് വരും? ഇതിനെ നമുക്ക് Y എന്ന് വിളിക്കാം. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അതിനെ X എന്നും Y എന്നും ഒക്കെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കിനും സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? സൈൻ എക്സ് എന്ന് പറയുന്നത് 5/13 ആകും. ഇവിടെയാണെങ്കിലോ കോസ് വൈ എന്ന് പറയുന്നത് 3/5 ആകും. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കോസ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, √1 - ഇവിടെ നിന്ന് സൈൻ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇവിടെ എക്സ് എന്നും വൈ എന്നുമാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ കണ്ടുപിടിച്ചാൽ സൈൻ അപ്പുറം ഇപ്പുറം സൈൻ എടുക്കുക. സൈൻ ഇൻവേഴ്സിലേക്കല്ലേ പ്രൂവ് ചെയ്യണ്ടേ? അതുകൊണ്ട് അപ്പുറം ഇപ്പുറം സൈൻ എടുക്കുക. സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് പറയുന്ന തരത്തിലേക്ക് വരും. അതിനകത്ത് വാല്യൂസ് നമ്മൾ 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈഡ് ഫോമിൽ ഇങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ ആ രീതിയിൽ നമുക്ക് ചിന്തിച്ചും ആൻസറിലേക്ക് വരാം. ഒരു ചോദ്യത്തിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇതാ വരുന്നു അടുത്ത ചോദ്യം. സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് 3/5 കോസ് എക്സ് പ്ലസ് 4/5 സൈൻ എക്സ്. ഇവിടെ ഈ 3/5നെയും 4/5നെയും കാണുന്ന മാത്രമേ തന്നെ അത് പൈതഗോറിയൻ ട്രിപ്ലറ്റിൻ്റെ പാർട്ടാണെന്നുള്ള കാര്യം മനസ്സിലാവില്ലേ? പൈതഗോറിയൻ ട്രിപ്ലറ്റിൻ്റെ പാർട്ടാണെങ്കിൽ നമുക്ക് ഇതിനെ കോസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് കോസ് എന്ന് പറയുന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഇത് സൈൻ ആൽഫ എന്ന് പറയുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കണേ? കോസ് അഡ്ജസൻറ്റ്, ഇത് ഓപ്പോസിറ്റ്, ഇത് 5. കണ്ടോ? ആൽഫ. ശരിയല്ലേ? അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് കോസ് ആൽഫ പ്ലസ് സൈൻ എക്സ് സൈൻ ആൽഫ എന്ന രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് മൈനസ് ആൽഫ. കോസ് എക്സ് മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ആൽഫ. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് തീറ്റ ഈക്വൽ ടു തീറ്റ എക്സ് മൈനസ്, ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഈ ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഇത്രയല്ലേ, അഡ്ജസൻ്റ് അല്ലേ വരിക. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഈ ചോദ്യം. വളരെ മനോഹരമായ ഒരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ വാല്യൂ ഓഫ് സീക്ക് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് ഓഫ് 3 പ്ലസ് കൊസീക്ക് സ്ക്വയർ കോട്ട് ഇൻവേഴ്സ് ഓഫ് 2 ഇസ് ഡാഷ്.
ഇത് CBSE സ്റ്റുഡൻസ് കരുതിയിരിക്കുക, ഇത്തരം ചോദ്യങ്ങളൊക്കെ സാധ്യതയുള്ളതാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ കീം എക്സാമിനേഷൻ പണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. 1+ ടാൻ സ്ക്വയർ തീറ്റ സി സ്ക്വയർ തീറ്റ എന്ന് എഴുതിക്കൂടെ? 1+ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് അല്ലേ കൊസി സ്ക്വയർ തീറ്റ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടേമുകൾ നമ്മൾ തിരിച്ചെഴുതാണ്. സീക്ക് സ്ക്വയർ തീറ്റ 1+ ടാൻ സ്ക്വയർ തീറ്റ, ടാൻ സ്ക്വയർ തീറ്റ ടാൻ ഇൻവേഴ്സ് ഓഫ് 3. ഇവിടെയോ 1+ കോട്ട് സ്ക്വയർ തീറ്റ കോട്ട് ഇൻവേഴ്സ് ഓഫ് 2. ഇങ്ങനെയാ വരിക. ദിസ് ഈസ് ഈക്വൽ ടു 1+ ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്. അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തുകൂടി ഉണ്ട്? സ്ക്വയർ കൂടി ഉണ്ട് അല്ലേ? ടാൻ ഇൻവേഴ്സ് എക്സിന് അവരോട് 3 പിന്നെ എന്തുണ്ട്? മൊത്തത്തിലൊരു സ്ക്വയർ ഉണ്ട്. ഇവിടെ അതുപോലെ 1+ കോട്ട് ഇൻവേഴ്സ് ഓഫ് 2 എഴുതി മുഴുവനും കൂടി ഒരു സ്ക്വയർ ഉണ്ട്. ഈക്വൽ ടു 1+ 3 സ്ക്വയർ പ്ലസ് 1+ 2 സ്ക്വയർ ഈക്വൽ ടു 1+ 9+ 1+ 4 വിച്ച് ഇസ് ഈക്വൽ ടു 15 എന്ന് പറയുന്ന ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. മനോഹരമല്ലേ ഈ ചോദ്യം? അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ. അടുത്ത ചോദ്യം എത്ര രസകരമാണ്. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ചോദ്യമാണ്. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ 6x² - 5x + 1 = 0. Then the value of tan inverse of alpha plus tan inverse of beta is dash. ആൽഫയും ബീറ്റയും റൂട്ട്സ് ആണെന്ന് പറയുന്നു. അപ്പോൾ സം ഓഫ് ദി റൂട്ട്സ് എന്താ? സം ഓഫ് ദി റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ax² + bx + c = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ സം ഓഫ് റൂട്ട്സ് ആൽഫയും ബീറ്റയുമാണ് റൂട്ടെങ്കിൽ നേരിട്ട് എഴുതിയാൽ മതിയായിരുന്നു. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b/a ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട് c/a. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ സ്കൂൾ ക്ലാസ്സിൽ 10th ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 6x² - 5x + 1 = 0 അല്ലേ? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? -b/a +5/6. ആൽഫ ബീറ്റ എന്ത് വരും? c/a 1/6. ഇനി നമുക്ക് എന്താ വേണ്ടേ? ടാൻ ഇൻവേഴ്സ് ഓഫ് ആൽഫ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ബീറ്റ. ടാൻ ഇൻവേഴ്സ് ഓഫ് ആൽഫ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ബീറ്റ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 - ആൽഫ ബീറ്റ എന്ന് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ 5/6. ഡിനോമിനേറ്ററിൽ വരുന്ന ആരാ? 1 - 1/6. ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 5/6 ഡിവൈഡഡ് ബൈ 5/6 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 5/4. 5/4 എന്ന് പറഞ്ഞാൽ ഏതാ നോക്കി? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ഒരു കുട്ടി ചോദ്യം നമുക്ക് കാണാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 + ടാൻ ഇൻവേഴ്സ് ഓഫ് 3 ഈസ് ഡാഷ്. ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ NCERT-യിൽ ഒരു സോൾവ്ഡ് എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ ബുക്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ടാൻ ഇൻവേഴ്സ് ഓഫ് 2x + ടാൻ ഇൻവേഴ്സ് ഓഫ് 3x ഇത് കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ അതിന് ശേഷമുള്ള എൻട്രൻസ് പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ചും CBSE സ്റ്റുഡൻസ് അത് ശ്രദ്ധിക്കുകയും വേണം. ഇതായിരുന്നു സോൾവ് എന്ന് പറഞ്ഞിട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് 2x + ടാൻ ഇൻവേഴ്സ് ഓഫ് 3x = 5/4 എന്ന് പറയുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പം ആ ചോദ്യത്തിൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 2x + 3x 5x ഡിവൈഡ് ബൈ 1 - 2x × 3x = 5/4. ടാൻ ഇൻവേഴ്സ് ഓഫ് 5x ഡിവൈഡ് ബൈ 1 - 6x² = 5/4 അല്ലേ? ടാൻ ഇൻവേഴ്സ് ഓഫ് 5x ഡിവൈഡ് ബൈ 1 - 6x² = ടാൻ 5/4 1 എന്ന് പറഞ്ഞ രീതിയിലേക്ക് നമുക്ക് എടുത്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്തൊക്കെ വരുമ്പോൾ എക്സിന് നമുക്ക് 2 വാല്യൂസ് കിട്ടുമായിരുന്നു. ആ 2 വാല്യൂസിൽ ഒരെണ്ണം -1ഉം പിന്നെ ഒരെണ്ണം 1/6 ആയിരുന്നു. -1ഉം 1/6 ആയിരുന്നു. ഈ സംഗതികൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഈ ഒരു ചോദ്യം കൊണ്ടായി വരുന്നത്. കണ്ടോ 1/6 കൊടുത്തപ്പോൾ 1/3 എന്നും അതെ 1/6 കൊടുക്കുമ്പോൾ മാത്രം സാറ്റിസ്ഫൈഡ് ആകും. -1 കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് -1 അല്ലേ? ആ ഒരു തരത്തിലാണ് ചിന്തിക്കുന്നത്. പോട്ടെ. അപ്പോൾ 1ഉം 1/6 എന്ന് പറയുന്ന രീതിയിലാണെങ്കിലും -1ഉം
ഇപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് അതിൻ്റെ വഴിക്ക് പോട്ടെ, നമ്മളത് വിട്ടേക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം നേരത്തെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എൻട്രൻസ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു tan ഇൻവേഴ്സ് ഓഫ് 2 പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് 3 എന്ന് പറയുന്നത് അത് 3π/4 ആണെന്ന് അറിയുക. tan ഇൻവേഴ്സ് ഓഫ് -2 പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് -3 എന്ന് പറയുന്നത് -3π/4 ആണെന്ന് അറിയുക. tan ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് 1/3 എന്ന് പറയുന്നത് π/4 ആണെന്ന് അറിയുക. അതുപോലെ ഇതിന് പകരം നമുക്ക് തന്നിരിക്കുക കോട്ട് ഇൻവേഴ്സ് ഓഫ് 2 ആൻഡ് കോട്ട് ഇൻവേഴ്സ് ഓഫ് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് π/4 ആണെന്ന് അറിയുക. സെയിം ആണ്, ഇത് രണ്ടും സെയിം ആണ്. ഇത് ഒരിക്കൽ ചോദിച്ചതാണ്. എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളുകൾ, ഒരെണ്ണം കോട്ട് ഇൻവേഴ്സ് ഓഫ് 2ഉം അടുത്തത് കോട്ട് ഇൻവേഴ്സ് ഓഫ് 3ഉം ആണെങ്കിൽ തേർഡ് ആംഗിൾ എന്തായിരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് 2ഉം കോട്ട് ഇൻവേഴ്സ് ഓഫ് 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് π/4 എന്ന് കിട്ടുവാണെങ്കിൽ 180ൽ നിന്ന് π/4നെ കളഞ്ഞാൽ കിട്ടുന്ന 3π/4 അല്ലേ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത്. അതുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോർഡ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള സബ്ജക്റ്റീവ് ചോദ്യങ്ങളിൽ പെടുന്നതാണ്. അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. tan ഇൻവേഴ്സ് ഓഫ് 2 പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് 3 ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടുന്ന ഒരു ഫോർമുല ഉണ്ട്. tan ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 - xy എന്ന് xy എന്ന് പറയുന്ന പ്രൊഡക്റ്റ് <1 ആണെങ്കിലും xy എന്ന് പറയുന്ന പ്രൊഡക്റ്റ് >1 ആണ് വരുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാണെന്നറിയാമോ? >1 ആണ് വരുന്നതെങ്കിൽ പൈ പ്ലസ് ഈ സാധനം കൂടി ചേരുന്നത് അല്ലേ, പൈ പ്ലസ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പൊസിഷനിൽ 2ഉം വൈയുടെ പൊസിഷനിൽ 3ഉം ആണെങ്കിൽ x/y എന്ന് പറഞ്ഞാൽ എന്താണ്? x/y എന്ന് പറഞ്ഞാൽ 6 അല്ലേ, >1 അല്ലേ. >1 ആണെങ്കിൽ ഏതാ ഫോർമുല വരേണ്ടത്? പൈ പ്ലസ് tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 - x/y. ദിസ് ഈസ് ഈക്വൽ ടു പൈ പ്ലസ് tan ഇൻവേഴ്സ്, ഇവിടെ 3ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ 5 ഡിവൈഡഡ് ബൈ 1 - 6 എന്ന് വരുന്നു, ഈക്വൽ ടു പൈ പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് 5 ഡിവൈഡ് ബൈ -5 എന്ന് വരുന്നു, ഈക്വൽ ടു പൈ പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് -1 എന്ന് വരുന്നു, ഈക്വൽ ടു പൈ മൈനസ് π/4 എന്ന് വരുന്നു. ഇതാണ് നമ്മുടെ 3π/4 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തിയത്. ഇത് സൊല്യൂഷൻ കാണാനുള്ളത് അതുകൂടി ഒന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ. നമുക്കതൊന്ന് ചെയ്തേക്കാം നിങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് tan ഇൻവേഴ്സ് ഓഫ് 2x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 1 - 2x × 3x. അപ്പോൾ 1 - 6x² = π/4 എന്നാണ് വരുന്നത്. അറേഞ്ച് ചെയ്ത് വരുമ്പോൾ എന്ത് വരും? 2xഉം 3xഉം കൂടി ചേർന്ന് കഴിഞ്ഞാൽ 5x വരും. 5x ഡിവൈഡ് ബൈ 1 - 6x² = tan π/4. tan π/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണ്. അപ്പോൾ 5xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 - 6x² ആണ്. 6x² പ്ലസ് 5x - 1 = 0 എന്നാണ് വരുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ 6x² നമുക്ക് കട്ട് ചെയ്തിട്ട് അല്ലേ, 6x² പ്ലസ് 6x മൈനസ് എക്സ് മൈനസ് 1 = 0 എന്ന് വരും. അപ്പോൾ ഇവിടെ 6x കോമൺ എടുത്തു കഴിഞ്ഞാൽ x + 1 എന്നാണ് വരിക. മൈനസ് കോമൺ എടുത്താൽ x + 1 = 0 എന്ന് വരും. ഇവിടെ x + 1 ഇൻറ്റു 6x - 1 = 0 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ഓർ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/6. ഇതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇതിൽ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്, എക്സിൻ്റെ വാല്യൂ -1 എന്നും എക്സിൻ്റെ വാല്യൂ 1/6 എന്നൊക്കെ വന്നു. ഇങ്ങനെ കിട്ടുന്ന ചോദ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടിയ സൊല്യൂഷൻ വാല്യൂ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും വാലിഡ് ആകുന്നത് മാത്രമേ സൊല്യൂഷനായിട്ട് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ 1/6 കൊടുത്താൽ വാലിഡ് ആണ്. 1/6 കൊടുത്തു കഴിഞ്ഞാൽ π/4 നമുക്ക് കിട്ടും. അതുകൊണ്ട് 1/6 സൊല്യൂഷനാണ്. ഇനി അതേപോലെ -1 കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും ഈ π/4 എന്ന് പറയുന്ന RHS നമുക്ക് കിട്ടില്ല. ഇവിടെ +1 കൊടുത്തപ്പോൾ കിട്ടിയതാണ് ഈ സംഗതി. ആ -1 കൊടുക്കുമ്പോൾ കിട്ടുന്ന എന്താണ് ആൻസർ നമുക്കൊന്ന് നോക്കാം. അടുത്ത ചോദ്യത്തിൽ ഞാനത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അടുത്ത ചോദ്യം തന്നെ ഇങ്ങനെയാണ്, tan ഇൻവേഴ്സ് ഓഫ് -2 പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് -3. ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? tan ഇൻവേഴ്സ് ഓഫ് -6ൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്യേണ്ടുന്നത് ഇത്രയും കാര്യമാണ്. ഒരു tan ഇൻവേഴ്സ് ഓഫ് -2 പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് -3 എന്ന് പറയുന്നതിന്
ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇവിടെ മൈനസ് പുറത്തേക്ക് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 3 എന്ന് വരും. മൈനസിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 3 എന്ന് വരുന്നു. ഇത് നമ്മളിപ്പോൾ തൊട്ട് മുന്നിലത്തെ ചോദ്യം ചെയ്താണ് പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എടുത്തു. അപ്പോൾ മൈനസ് ഓഫ് പൈ മൈനസ് ഇത് കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് -1 എന്നല്ലേ കിട്ടുക. അപ്പോൾ -π/4 എന്ന് വരും. അപ്പോൾ എന്താ കിട്ടുക? മൈനസ് ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലുണ്ട്, -3π/4 എന്ന് പറയുന്ന ആൻസർ എത്തിച്ചേരും. കണ്ടോ, ടാൻ ഇൻവേഴ്സ് ഓഫ് -2 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് -3 എന്ന് പറയുന്നത് -3π/4 ആണ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് 3π/4 ആണ്. അപ്പോൾ അതെല്ലാം ആ ഒരൊറ്റ ക്വസ്റ്റിനെ NCERT-ൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരൊറ്റ ചോദ്യത്തെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഇത്രയും സംഗതികളാണ്. ഇതെല്ലാം തന്നെ എൻട്രൻസ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ സബ്ജക്റ്റീവും എൻട്രൻസും തമ്മിൽ, അതായത് ഒബ്ജക്റ്റീവ് തമ്മിൽ ഒത്തിരി വേരിയേഷൻസ് ഒന്നുമില്ല. നമ്മുടെ സാധാരണ എൻട്രൻസ് എക്സാമിനേഷന് NCERT-ലുള്ള ചോദ്യങ്ങൾ പലതും ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റീവ് രക്ഷപ്പെടാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം കണ്ടോ, സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡാഷ്. സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്, അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആംഗിളിൻ്റെ പൊസിഷനിൽ ഇൻവേഴ്സ് വന്നാൽ തീറ്റ എന്ന് വിളിക്കണം. ആംഗിളിൻ്റെ പൊസിഷനിൽ ഇൻവേഴ്സ് വന്നിരിക്കുന്നു, അവനെ തീറ്റ എന്ന് വിളിക്കണം. പുട്ട് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു തീറ്റ ഇവിടെ കൊടുക്കുവാണേ. സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് തീറ്റ. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് എക്സ് തീറ്റയാണെങ്കിൽ കോട്ട് തീറ്റ എന്ത് വരും? എക്സ് വരും. കോട്ട് തീറ്റ എക്സ് വന്നാൽ നമ്മൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് എന്നും ഓപ്പോസിറ്റ് സൈഡ് 1 എന്നും മാർക്ക് ചെയ്യുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് എത്ര വരും? 1 + x² വരത്തില്ലേ റൂട്ടിനകത്ത്? ഇനി സൈൻ തീറ്റ പറയൂ. ഇവിടെ നോക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 1 + x² എന്ന് വരും. ഇതാണ് നമ്മുടെ സൈൻ്റെ വാല്യൂ. സിമ്പിൾ വാല്യൂ ആണ്. ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ച് ഈസി ആയിട്ടുള്ള വേ ആൻസറിങ്ങിന്. അടുത്ത ചോദ്യം എന്താ വരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്താണ്? ഇവിടെയും ഇത് തന്നെ, ആംഗിളിൻ്റെ പൊസിഷനിൽ ഇൻവേഴ്സ് വന്നാൽ തീറ്റ എന്ന് വിളിക്കണം. അപ്പോൾ ഇവിടെ ആര് വരണം? കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സിനെ തീറ്റ എന്ന് വിളിച്ചു. പുട്ട് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു തീറ്റ, കോട്ട് തീറ്റ ഈക്വൽ ടു എക്സ്, കോട്ട് തീറ്റ ഈക്വൽ ടു എക്സ്, കോട്ട് അഡ്ജസൻ്റ് ബൈ ഓപ്പോസിറ്റ്. അവിടെ എന്ത് ഹൈപ്പോട്ടന്യൂസ് എന്ത് വരും? x² + 1 റൂട്ടിനകത്ത് വരും. ഇനി നമുക്ക് ഈ ചോദ്യത്തെ തിരിക്കാം. കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് സൈൻ ഓഫ് തീറ്റ ഈക്വൽ ടു കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√ ഓഫ് x² + 1 ഈക്വൽ ടു കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് സംതിങ്. ആംഗിളിൻ്റെ പൊസിഷനിൽ ഇൻവേഴ്സ് വന്നാൽ തീറ്റ എന്ന് വിളിക്കണം. ഇത് ആംഗിൾ അല്ലായിരുന്നോ? ആംഗിൾ അല്ലേ? കോസ് ഓഫ് സംതിങ് ആംഗിൾ അല്ലേ വരണ്ടേ? പുട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√ ഓഫ് x² + 1 is equal to 5. അപ്പോൾ ടാൻ ഫൈ എന്ത് വരും? ടാൻ ഫൈ 1/√ ഓഫ് x² + 1 എന്ന് വരും. ഇത് ട്രയാങ്കിൾ ചെയ്തിട്ട് പൈ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് 1, അഡ്ജസൻറ്റ് 1, റൂട്ട് ഓഫ് x² + 1. ഹൈപ്പോട്ടന്യൂസ് എടുക്കുമ്പോൾ ഇവൻ്റെ സ്ക്വയറുകളുടെ സം എടുത്ത് റൂട്ട് എടുക്കുമ്പോൾ x² + 2 എന്ന് വരും അല്ലേ? ഇവിടെ നമുക്ക് കോസ് ഫൈ എന്ന് പറയാം. കോസ് ഫൈയുടെ വാല്യൂ ഏതാ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് ഏതാ? x² + 1/√ ഓഫ് x² + 2 എന്ന് വരും. റൂട്ട് ഓഫ് x² + 1/x² + 2. ഫിനിഷ്. അപ്പം ഇങ്ങനെ പതുക്കെ ആംഗിളിൻ്റെ പൊസിഷനിൽ ഇൻവേഴ്സ് വന്നാൽ തീറ്റ എന്ന് വിളിക്കണം. ആ സൂത്രം ഉപയോഗിച്ച് ട്രയാങ്കിൾ വരച്ചാൽ എത്ര വലിയ ചോദ്യമാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അടുത്ത ഒരു ചോദ്യത്തിലേക്ക്, സോൾവ് ദി ഫോളോവിങ്. സോൾവ് ചെയ്യാനാണ്. സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടില്ലേ 2 ടാൻ ഇൻവേഴ്സ് ഇല്ലേ? ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സംതിങ്, ടാൻ ഇൻവേഴ്സ് ഓഫ് 2 times സംതിങ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ആ സംതിങ്ങിൻ്റെ സ്ക്വയർ കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cosec x. ഇതിനകത്ത് 2 cos x ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പറ്റും. 2 cosec x 2 ക്യാൻസൽ ആയിപ്പോട്ടെ. നേരെ കോസ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് cosec x ഇൻറ്റു
സൈൻ എക്സ് ഒരു കോസിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി, ഒരു സൈൻ ഇവിടെ കിടന്നോട്ടെ. അപ്പോൾ എന്ത് വരും? കോട്ട് എക്സ് ഈക്വൽ ടു 1 എന്ന് വന്നില്ലേ? ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 5/4. എക്സിൻ്റെ വാല്യൂവിനല്ലേ സൊല്യൂഷൻ വിളിക്കുക? ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ. ഓക്കെ, ഈ ഇത്രയും ഒരു സെഷൻ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? NCERT ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ട ചോദ്യവും NCERT ടെക്സ്റ്റ് ബുക്കിലെ സോൾവ് എന്ന് പറയുന്ന മിസലേനിയസ് എക്സസൈസിന് ക്വസ്റ്റനാണ്. അതൊക്കെ ബോർഡ് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രോത്സാഹിച്ച് പഠിക്കുക. ഈ ഒരു ടോപ്പിക്കിൽ 100% സ്കോർ നിങ്ങൾക്ക് നേടാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.